ബി.ജെ.പിയുടെ എ+ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഏറെ ചർച്ചകൾക്കൊടുവിലായിരുന്നു എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണി, അതായത് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് വന്ന കോൺഗ്രസ് നേതാവായ എ.കെ. ആന്റണിയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ശക്തമായ രീതിയിൽ പ്രചരണ പരിപാടികൾ മുൻപോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലായിരുന്നു അനിൽ ആന്റണിക്ക് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്, സ്വന്തം പിതാവ് എ.കെ. ആന്റണിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു പ്രതികരണം ലഭിക്കുന്നത്. എ.കെ. ആന്റണി മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുകയാണ്, പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണി എന്ന സ്വന്തം മകൻ തോൽക്കണം, അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ആന്റണി വിജയിക്കണം, കോൺഗ്രസ് ആണ് തന്റെ മതം, കോൺഗ്രസ് വിജയിക്കണം എന്ന് 2 തവണ അദ്ദേഹം അത് ഉരുവിടുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അനിൽ ആന്റണി മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയിരുന്നു. അദ്ദേഹം ചന്ദ്രയാൻ നോക്കി ഓലിയിടുന്ന പട്ടികളാണ് കോൺഗ്രസ്സുകാരെന്ന് തന്റെ പിതാവിനെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു ആരോപണം ഉയർത്തുകയും ചെയ്തു. ആ സമയത്താണ് എൻ.ഡി.എ സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്ക് രണ്ടാമതൊരു പ്രഹരം കൂടി ഏൽക്കേണ്ടി വരുന്നത്. അത് ദല്ലാൽ നന്ദകുമാർ എന്ന ടി.ജി. നന്ദകുമാറിന്റെ ഭാഗത്തു നിന്നായിരുന്നു. അദ്ദേഹം ശക്തമായ ഒരു ആരോപണവുമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുന്നു. അതായത് അനിൽ ആന്റണി തന്റെ പക്കൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങി എന്ന ആരോപണമായിരുന്നു ടി.ജി. നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ അനിൽ ആന്റണിക്കെതിരായി ഉയർത്തിയിരുന്നത്. തന്റെ ആവശ്യം നടക്കാതെ ആയപ്പോൾ ആ പണം തിരികെ ചോദിച്ചപ്പോൾ തിരികെ തന്നില്ല എന്നും, ശേഷം അത് പി.ജി. കുര്യനോട് സംസാരിച്ചതിന് ശേഷം ആ പണം തിരികെ വാങ്ങുവാൻ ശ്രമം നടത്തിയെന്നും ദല്ലാൽ നന്ദകുമാർ എന്ന ടി.ജി. നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തി. എന്നാൽ അതിനുള്ള തെളിവുകൾ കൊണ്ടുവരട്ടെ എന്നായിരുന്നു ബി.ജെ.പിയുടെ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണി പറഞ്ഞിരുന്നത്. അതിന് വ്യക്തമായ തെളിവുകളുമായി വീണ്ടും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി. അദ്ദേഹം പറയുന്നത്, ന്യൂഡൽഹിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വെച്ച് ഒരു ബ്രൗൺ കളർ ഹോണ്ട സിറ്റി കാറിൽ വന്നായിരുന്നു അനിൽ ആന്റണി തന്റെ പക്കൽ നിന്ന് പണം വാങ്ങിയിരുന്നത്. പണം വാങ്ങുന്നതിന് മുന്നോടിയായി അനിൽ ആന്റണിയെ തന്നെ പരിചയപ്പെടുത്തിയത് പി.ജെ. കുര്യൻ ആയിരുന്നില്ല. ആ പ്രസ്താവന തെറ്റാണ്. പി.ജെ. കുര്യൻ അല്ല അനിൽ ആന്റണിയെ ചതിച്ചത്. പകരം തന്നെ പരിചയപ്പെടുത്തുന്നത് പി.ജെ. തോമസ് എന്ന മുൻ IAS ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മറുപടി എന്താന്ന് വെച്ചാൽ എങ്ങനെ എന്റെ കയ്യിൽ കവറിലാക്കി കൊണ്ടുപോയി എന്നുള്ളത് നാട്ടുകാർ മുഴുവൻ കാണും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. എന്നെ എങ്ങനെ കൈപ്പറ്റി, എന്റെ അടിസ്ഥാനത്തിൽ അത് മൊത്തം ആളുകൾ കാണാനിടയാവും, ഇപ്പൊ കേൾക്കാനേ ഇടയായിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ പ്രതിയാവുന്നത്. എന്റെ പേരിൽ എങ്ങനെ ക്രിമിനൽ കേസ് ഉള്ളത്? അന്വേഷണം നടത്തി എന്തെങ്കിലും ഒന്നും കണ്ടെത്താത്ത തരത്തിൽ ഞാനിങ്ങനെ ക്രിമിനൽ കേസ് അങ്ങേർക്കെന്തോ തെറ്റിദ്ധാരണയുടെ വരത്ത് പറയണേണ്. അല്ലാണ്ട് അനിൽ ആന്റണി സ്വഭാവത്തോടുകൂടിയാണെങ്കിൽ അങ്ങനെ പറയൂല. പി.ജെ. കുര്യൻ അനിൽ ആന്റണിയെ തന്നെ പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ആ സമയങ്ങളിൽ അദ്ദേഹം രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു. അത്തരത്തിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായ അദ്ദേഹത്തിന് ഒരു ഇടനിലക്കാരനായി നിൽക്കേണ്ട ആവശ്യകതയില്ല. അത്തരത്തിൽ തന്റെ സാമ്പത്തിക ഇടപാടിൽ ഇടനിലക്കാരനായി നിന്നിരുന്നത് പി.ജെ. തോമസ് ആണ്, മുൻ IAS ഉദ്യോഗസ്ഥനായ പി.ജെ. തോമസ് ആണ് എന്ന് ടി.ജി. നന്ദകുമാർ പറയുന്നു. പിന്നീട് പണം തിരികെ വാങ്ങുവാൻ മാത്രമാണ് പി.ജെ. കുര്യനുമായി ബന്ധപ്പെട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ടി.ജി. നന്ദകുമാറുമായി ബന്ധപ്പെട്ട ആരോപണത്തിന് അനിൽ ആന്റണി നൽകിയ മറുപടി അദ്ദേഹം ഒരു ക്രിമിനലാണെന്നും സ്വന്തം ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷ്ടിച്ച കള്ളനാണെന്നും എന്ന തരത്തിലേക്കായിരുന്നു. എന്നാൽ താൻ വിഗ്രഹം മോഷ്ടിച്ചതിനുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കണം എന്ന് ടി.ജി. നന്ദകുമാർ അദ്ദേഹത്തിന് മറുപടി നൽകി. പകരം ഇത്രയും ദിവസം താൻ വാക്കുകളിലൂടെ, തന്റെ ശബ്ദത്തിലൂടെ മാത്രമേ, മാധ്യമങ്ങളിലൂടെ മാത്രമേ ജനങ്ങൾ തന്റെ പക്കൽ നിന്നും അനിൽ ആന്റണി 25 ലക്ഷം രൂപ വാങ്ങിയതിന്റെ തെളിവുകൾ കേട്ടിരുന്നുള്ളൂ. പക്ഷേ വരും ദിവസം, അതായത് തൊട്ടടുത്ത ദിവസം, നിലവിൽ താൻ കേരളത്തിലില്ല, കേരളത്തിന് പുറത്താണ്. എപ്പോൾ കേരളത്തിൽ വരുന്നോ ഒരു ദിവസത്തിനുള്ളിൽ താൻ കേരളത്തിലെത്തും. അത്തരത്തിൽ കേരളത്തിലെത്തിയാൽ ഉടൻ തന്നെ തന്റെ പക്കൽ നിന്നും അനിൽ ആന്റണി പണം വാങ്ങിയതിന്റെ ദൃശ്യങ്ങൾ താൻ പുറത്തുവിടും എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ ടി.ജി. നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ ഉയർത്തുകയാണ്. എന്തായാലും എൻ.ഡി.എ സംബന്ധിച്ചിടത്തോളം, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു തിരിച്ചടി തന്നെയായിരുന്നു. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് എ.കെ. ആന്റണിയെ കളത്തിലിറക്കിക്കൊണ്ട് അനിൽ ആന്റണിക്ക് തക്കതായ മറുപടി നൽകി. അദ്ദേഹത്തിന് കാര്യമായ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു എ.കെ. ആന്റണി മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ പങ്കുവച്ചത്. ശേഷം ഇപ്പോൾ ടി.ജി. നന്ദകുമാറും ഇത്തരത്തിലൊരു ആരോപണവുമായി എത്തുമ്പോൾ അത് കുറച്ചുകൂടി കാര്യമായി അനിൽ ആന്റണിയെ ബാധിക്കുമെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. പക്ഷെ അതെല്ലാം കോൺഗ്രസുകാർ കെട്ടിച്ചമയ്ക്കുന്ന കഥയാണെന്നും താൻ വിജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ കരിവാരത്തേക്കുവാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ഒളിവു നീക്കങ്ങളാണ് എന്നുമാണ് അനിൽ ആന്റണി പറയുന്നത്. പക്ഷേ ടി.ജി. നന്ദകുമാർ കോൺഗ്രസുമായോ LDF ആയോ ബി.ജെ.പിയുമായോ തനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, ബി.ജെ.പിയോട് തനിക്കൊരു അകൽച്ചയുമില്ല. തനിക്ക് പറയാനുള്ളത് അനിൽ ആന്റണിയെ പറ്റിയിട്ടാണ്, അനിൽ ആന്റണി എന്ന വ്യക്തിയെ പറ്റിയിട്ടാണ്, അദ്ദേഹം നടത്തിയ അഴിമതിയെ പറ്റിയിട്ടാണ് എന്ന് അടിവരയിട്ട് പറയുന്നു. ദല്ലാൽ നന്ദകുമാർ എന്ന ടി.ജി. നന്ദകുമാറിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ
എത്തരത്തിലായിരിക്കും പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിയെ ബാധിക്കുക എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.